അമേരിക്കയിലെ മിനസോട്ടയിലുള്ള സ്വകാര്യ ഹോട്ടൽ ഫെഡറൽ ഏജന്റുമാർക്ക് മുറികൾ നിഷേധിച്ച സംഭവം ചർച്ചയാവുകയാണ്. ലേക്വില്ലയിലെ ദ ഹാംപ്ടൺ ഇൻ ബൈ ഹിൽട്ടൺ എന്ന ഹോട്ടലാണ് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് അഥവാ ICE, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി അഥവാ DHS ഏജന്റുമാർക്ക് മുറികൾ നിഷേധിച്ചത്. ഇക്കാര്യം എക്സിൽ പങ്കുവച്ച ഹോംലാൻഡ് സെക്യൂരിറ്റി ഹോട്ടൽ കൊലയാളികൾക്കും ബലാത്സംഗക്കാർക്കും പിന്തുണ നൽകുന്നുവെന്ന് കുറ്റപ്പെടുത്തി. ഇതോടെ മാഗ അഥവാ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അമേരിക്ക വിഭാഗക്കാർ ഹോട്ടലിനെതിരെ രംഗത്തെത്തി. ഏറ്റവും ഒടുവിൽ ഈ ഹോട്ടലിന്റെ ഉടമകൾ ഇന്ത്യക്കാരാണെന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. ആദ്യം എന്താണ് സംഭവിച്ചതെന്ന് വിശദമായി നോക്കാം. ഉദ്യോഗസ്ഥർ ഔദ്യോഗിക ഇമെയിൽ ഉപയോഗിച്ച് മുറി ബുക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഹോട്ടൽ റിസർവേഷനുകൾ റദ്ദാക്കിയെന്നാണ് DHSന്റെ ആരോപണം. ഇത് അംഗീകരിക്കാനാവില്ലെന്നും രാജ്യത്തിന്റെ കുടിയേറ്റ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിൽ നിന്ന് DHS ഉദ്യോഗസ്ഥരെ മനഃപൂർവ്വം തടയുകയാണെന്നും DHS പറഞ്ഞു. എന്തുകൊണ്ടാണ് ഹിൽട്ടൺ ഹോട്ടൽ കൊലയാളികൾക്കും ബലാത്സംഗക്കാർക്കും പിന്തുണ നൽകിയതെന്നും DHS ചോദിച്ചു. DHS പങ്കുവച്ച ഹോട്ടലിൽ നിന്നുള്ള ഇമെയിലിൽ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ ഇമിഗ്രേഷൻ ജോലികൾ ചെയ്യുന്നുവെന്ന കണ്ടെത്തലിനെ തുടർന്ന് റിസർവേഷൻ റദ്ദാക്കുകയാണ്. ഹിൽട്ടണിൽ നിന്ന് ഇൻബോക്സിലേക്ക് ക്യാൻസലേഷൻ ഇമെയിൽ ഉടൻ ലഭിക്കും. ഇന്ന് ധാരാളം ഗവൺമെന്റ് റിസർവേഷനുകൾ വന്നിട്ടുണ്ട്. അവ DHAക്ക് വേണ്ടിയുള്ളതാണ്. ICE അല്ലെങ്കിൽ കുടിയേറ്റ ഏജന്റുമാരെ ഹോട്ടലിൽ താമസിപ്പിക്കാൻ അനുവദിക്കില്ല. നിങ്ങൾ DHS അല്ലെങ്കിൽ ഇമിഗ്രേഷൻ വിഭാഗത്തിൽ നിന്നുള്ള ആളാണെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. റിസർവേഷൻ റദ്ദാക്കേണ്ടി വരും. ഞങ്ങളുടെ ഹോട്ടലിൽ കുടിയേറ്റ ഏജന്റുമാരെ താമസിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന വിവരം നിങ്ങളുടെ സഹപ്രവർത്തകർക്ക് കൈമാറുക, ഇമെയിലിൽ പറഞ്ഞു. അതേസമയം വിഷയത്തിൽ ഹിൽട്ടൺ ഹോട്ടൽ വിശദീകരണവുമായി രംഗത്ത് എത്തിയിട്ടുണ്ട്. അന്വേഷണം നടക്കുകയാണെന്ന് അറിയിച്ച അവർ ഹിൽട്ടൺ ഹോട്ടലുകൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നുണ്ടെന്നും ഇപ്പോഴത്തെ സംഭവങ്ങൾ ഹിൽട്ടണിന്റെ മൂല്യങ്ങളുമായി ഒത്തുപോകുന്നതല്ലെന്നും പറഞ്ഞു. ഹിൽട്ടൺ ഹോട്ടലുകൾ ലോകമെമ്പാടുമുള്ള സർക്കാരുകളും നിയമനിർവഹണ ഏജൻസികളും നേതാക്കളുമായും ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്നും അവർ വ്യക്തമാക്കി. ഹോട്ടൽ അധികൃതരുടെ പ്രവൃത്തി സ്വീകാര്യമല്ലെന്ന് ചൂണ്ടിക്കാട്ടി DHS അസിസ്റ്റന്റ് സെക്രട്ടറി ട്രീഷ്യ മക്ലൗലിനും രംഗത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഹിൽട്ടൺ ഹോട്ടലിന്റെ ഇന്ത്യ ബന്ധത്തെക്കുറിച്ച് വിശദമായി നോക്കാം. സർക്കാർ രേഖകൾ പ്രകാരം ഇന്ത്യൻ പങ്കാളികൾ ചേർന്ന് കഴിഞ്ഞ വർഷമാണ് ഹോട്ടൽ വാങ്ങിയതെന്നാണ് റിപ്പോർട്ട്. പരംജിത് സിംഗ്, അമൻപ്രീത് ഹുണ്ടാൽ, കരൺദീപ് നാഗ്ര, മോഹന്ദർജീത് കൗർ എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി മുഖേനയാണ് $15 മില്യൺ ഹോട്ടൽ വാങ്ങിയത്. സംഭവത്തെ തുടർന്ന് ഹിൽട്ടൺ ഹോട്ടലിന്റെ വക്താവ് ഫോക്സ് ന്യൂസിനോട് പ്രതികരിച്ചിട്ടുണ്ട്. ഇത്തരം പ്രവൃത്തികൾ ഹിൽട്ടന്റെ മൂല്യങ്ങളുമായി ചേരുന്നതല്ലെന്ന് ഹോട്ടൽ വക്താവ് പറഞ്ഞു. ഹോട്ടൽ സ്വതന്ത്ര ഉടമസ്ഥതയിലാണ് പ്രവർത്തിക്കുന്നത്. ജീവനക്കാർ ഇതിനോടകം തന്നെ അവരുടെ പെരുമാറ്റത്തിൽ ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. തങ്ങൾ ഹോട്ടലുമായി നേരിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അവരുടെ ടീമിന്റെ പ്രവൃത്തികൾക്ക് അവർ തന്നെ ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ വിഷയം പരിഹരിക്കാൻ ഉടനടി നടപടി സ്വീകരിച്ചിട്ടുണ്ട്. തങ്ങളുടെ ഹോട്ടലുകൾ എല്ലാവർക്കും തുറന്നു കൊടുക്കുന്നതാണ്. ഒരു തരത്തിലുള്ള വിവേചനവും അനുവദിക്കില്ല. ഹിൽട്ടന്റെ നിലപാട് വ്യക്തമാണെന്നും ഹോട്ടൽ വക്താവ് കൂട്ടിച്ചേർത്തു. എല്ലാ അതിഥികളെയും സ്വാഗതം ചെയ്യുന്നതിലും ബ്രാൻഡ് മാനദണ്ഡങ്ങളും നിയമങ്ങളും പാലിക്കുന്നതിലും പ്രതിജ്ഞാബദ്ധരാണെന്ന് ഹോട്ടൽ പ്രവർത്തിപ്പിക്കുന്ന മാനേജ്മെന്റ് കമ്പനിയായ എവർപീക്ക് ഹോസ്പിറ്റാലിറ്റി പ്രസ്താവനയിലൂടെ അറിയിച്ചു. അതേസമയം മുൻപും ഹോട്ടൽ വിവാദങ്ങളിൽ പെട്ടിട്ടുണ്ട്. 2020 കുടിയേറ്റക്കാരെ തടവിലാക്കുന്നതിനായി തങ്ങളുടെ ഹോട്ടലുകൾ ഉപയോഗിക്കുന്നതിനെ കമ്പനി പരസ്യമായി എതിർത്തിരുന്നു.